ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺട്രാക്റ്റ് ആക്റ്റിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സെക്ഷൻ 55 ടൈം ആസ് ആൻ എസെൻസ് ഓഫ് കോൺട്രാക്റ്റ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ സെക്ഷൻ 55 ആണ് ഈ ഒരു ടൈം വെദർ എസെൻസ് ഓഫ് കോൺട്രാക്റ്റ് ഒരു കോൺട്രാക്റ്റിൻ്റെ എസെൻസ് ആണോ എന്ന് പറയുന്നത് സെക്ഷൻ 55 ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 ആസ് എ ജനറൽ റൂൾ ഇറ്റ് മേ ബി സ്റ്റേറ്റഡ് ദാറ്റ് ഇറ്റ് വുഡ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഇൻറ്റൻഷൻ ഓഫ് ദ പാർട്ടീസ്. ഇവിടെ ആരാണ് പാർട്ടീസ് ടു ദ കോൺട്രാക്റ്റ് ആരൊക്കെയാണ്? ഓഫറും ഓഫറിയും. അപ്പോൾ അവരുടെ ഇൻറ്റൻഷൻ അനുസരിച്ചാണ് ഈ ഒരു സംഭവം. ജനറൽ റൂൾ അനുസരിച്ച് അവർക്ക് ടൈമിനെ ഒരു എസെൻസ് ആയിട്ട് കണക്കാക്കണോ, അവർക്ക് ടൈമിനെ ഒരു എസെൻസ് ആയിട്ട് കണക്കാക്കണ്ടയോ എന്നത് വെച്ചാണ് ഈ ഒരു എഫക്റ്റ് നിലനിൽക്കുന്നത്. ഓക്കെ, if according to the intention of the parties time should be essence of contract. ആ പാർട്ടീസിനെ സംബന്ധിച്ചോളം ടൈം എന്ന് പറയുന്ന ഒരു എസെൻസ് ആണെങ്കിൽ the failure to carry out the contract at the prescribed time would give an option to the promisee to avoid the contract. കഴിഞ്ഞ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഓൾറെഡി എന്താണ് വോയിഡബിൾ എന്ന് പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ടൈമിനെ ഒരു എസെൻസ് ആയിട്ടാണ് കണക്കാക്കുന്നതെങ്കിൽ, ടൈമിനെ ഒരു എസെൻസ് ആയിട്ടാണ് രണ്ട് പാർട്ടീസും കണക്കാക്കുന്നതെങ്കിൽ ആ സമയത്ത് ആ പ്രോമിസ് ചെയ്തിട്ടില്ല എങ്കിൽ പ്രോമിസിക്ക് വേണമെങ്കിൽ ആ കോൺട്രാക്റ്റ് അവോയ്ഡ് ചെയ്യാം. അതായത് വോയിഡബിൾ ആണ്. വേണമെങ്കിൽ മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. സോ ഇറ്റ്സ് വോയിഡബിൾ. ഓക്കെ, അപ്പോൾ ടൈമിനെ എസെൻസ് ആയിട്ടാണ് കരുതുന്നതെങ്കിൽ ആ കോൺട്രാക്റ്റ് നടത്തിയില്ല, കറക്റ്റ് സമയത്ത് നടത്തിയില്ല എങ്കിൽ പ്രോമിസിക്ക് വേണമെങ്കിൽ ആ കോൺട്രാക്റ്റ് അവിടെ വെച്ച് തന്നെ അവോയ്ഡ് ചെയ്യാം എന്നാണ് ഇവിടെ പറയുന്നത്. സോ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോവാം. അണ്ടർ ഇംഗ്ലീഷ് ലോ ഇൻ കോൺട്രാക്ട്സ് for the sale of immovable property, the presumption is that time is not intended to be essence of contract. അപ്പോൾ ഇംഗ്ലീഷ് ലോ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ സെയിലാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ ടൈമിനെ നമുക്ക് കോമൺ സെൻസ് വെച്ച് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ടൈമിനെ നമ്മൾ ഒരിക്കലും ഒരു എസെൻസ് ആയിട്ട് കണക്കാക്കില്ല unless there is a stipulation to the contrary or the nature of property is peculiar or unless surrounding circumstances constrain the court to hold otherwise in equity. ഇനിയിപ്പോൾ വേറെ ഒരു സാഹചര്യം, വളരെ അങ്ങനത്തെ ഒരു സാഹചര്യമല്ല, നമുക്ക് എത്രയും വേഗം അത് നടത്തിയേ തീരൂ എന്നുള്ളൊരു സാഹചര്യമാണ് എങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ടൈമിന് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കേസിൽ ഒരു എസെൻസ് ആയിട്ട് കണക്കാക്കാനായിട്ട് പറ്റും. പക്ഷേ ജനറലി നമ്മൾ ഇംഗ്ലീഷ് ലോ പ്രകാരം നമ്മൾ ജനറലി സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയെ നമ്മളൊരു ടൈമിനെ ഒരു എസെൻസ് ആയിട്ട് കണക്കാക്കാറില്ല. പക്ഷെ എന്തെങ്കിലും ഒരു സർക്കംസ്റ്റാൻസിന് എന്തെങ്കിലും അത്യാവശ്യമാണ്, നമ്മൾ നേരത്തെ നടത്തണമെന്ന് അത്യാവശ്യമാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ടൈമിനെ എസെൻസ് ആയിട്ട് കണക്കാക്കാവുന്നതാണ്. ബട്ട് ഇൻ സെയിൽ ഓഫ് ഗുഡ്സ് time is generally regarded as the essence of the contract. പക്ഷേ ഗുഡിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ കേസിൽ നമ്മളെപ്പോഴും ടൈമിന് ഒരു എസെൻസ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ പെറിഷബിൾ ഗുഡ്സ് ആണ്. നമുക്ക് പെറിഷബിൾ ഗുഡ്സ് വെച്ചുകൊണ്ടിരിക്കാനായിട്ട് പറ്റില്ല. കൃത്യസമയത്ത് തന്നെ അത് ഡെലിവറി അല്ലെങ്കിൽ കൊടുത്തില്ല എങ്കിൽ, സെയിൽ ചെയ്തില്ല എങ്കിൽ നമുക്ക് അത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, ചീത്തയായി പോകും. അപ്പോൾ അത് ഒരു കോമൺ സെൻസ് വെച്ച് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മൂവബിൾ പ്രോപ്പർട്ടി ആകുമ്പോഴത്തേക്കും അവിടെ ഒരു പ്രശ്നവും വരില്ല. നമുക്ക് എത്ര സമയം കഴിഞ്ഞ് വേണമെങ്കിലും അത് ചെയ്യാം. ചില സാഹചര്യങ്ങളെല്ലാം നല്ല സാഹചര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഗുഡ്സിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇങ്ങനെയുള്ള നേച്ചറുള്ള ഗുഡ്സൊക്കെ ആയിരിക്കും കൂടുതലുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ ടൈമിനെ ഒരു എസെൻസ് ആയിട്ട് തന്നെ കണക്കാക്കേണ്ട ആവശ്യമുണ്ട്. ദ റൂൾ ഓഫ് ഇംഗ്ലീഷ് ലോ വർ അപ്ലൈഡ് ബൈ പ്രിവി കൗൺസിൽ ഇൻ ജംഷീദ് വേഴ്സസ് ബർജോജി. ഒരു കേസിൽ ഈ ഒരു റൂള് അപ്ലൈ ചെയ്തിട്ടുണ്ട്. There was an agreement to transfer a leasehold interest allowing a fixed period of 2 months for completion. Okay, ഒരു agreement ഉണ്ടാക്കി. എന്ത്? leasehold interest
ഒരു ഫിക്സഡ് 2 monthsനുള്ളിൽ നടത്തണം എന്ന് പറഞ്ഞ് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ഇറ്റ് വാസ് എഗ്രി ദാറ്റ് ആഫ്റ്റർ ദ ഡ്യൂ ഡേറ്റ് the claim of the vendee was to be void and the vendor was after that date to be at liberty to resell. അപ്പോൾ ഞാനൊരു സമയം പറഞ്ഞിട്ടുണ്ട്, ആ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങളത് വാങ്ങിച്ചോണം, ഇല്ലെങ്കിൽ എനിക്കത് റീസെൽ ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞ അഗ്രിമെൻറ്റിൽ ഓൾറെഡി എഴുതി വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 15-ാം തീയതിക്ക് മുമ്പ് നിങ്ങളിത് വാങ്ങിച്ചില്ല എങ്കിൽ ഞാനത് വേറൊരാൾക്ക് കൊടുത്തിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു അഗ്രിമെൻറ്റിൽ ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട്. The purchaser claims specific performance. സ്പെസിഫിക് പെർഫോമൻസ് നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. സ്പെസിഫിക് പെർഫോമൻസിൽ ടൈമിനെ ഒരു എസെൻസ് ആയിട്ട് കണക്കാക്കില്ല എന്നാണ്. ഓക്കെ, സ്പെസിഫിക് പെർഫോമൻസ് എ ഫ്യൂ മന്ത്സ് ആഫ്റ്റർ ദ ഡ്യൂ ഡേറ്റ് ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് ഫോർ പർപ്പസ് ഓഫ് സ്പെസിഫിക് പെർഫോമൻസ് ടൈം ഈസ് നോട്ട് ദ എസെൻസ് ഓഫ് ദ ബാർഗെയിൻ except where the subject matter and the surrounding circumstances of the case took it out of class to which the principle of equity applies. ഇപ്പോൾ എന്താണ് സ്പെസിഫിക് പെർഫോമൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്താണ് നമുക്ക് ടൈമിനെ ഒരു എസെൻസ് ആയിട്ട് കണക്കാക്കണ്ട. ആ സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മാത്രം നമുക്ക് അതിനെ ഒരു എസെൻസ് ആയിട്ട് കണക്കാക്കേണ്ട കാര്യമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ, regarding the effect of failure to perform at fixed time, a contract in which time is essential. ഓക്കെ, ടൈമിനെ എസെൻഷ്യൽ ആയിട്ട് കണക്കാക്കുന്ന ഒരു കോൺട്രാക്റ്റിൻ്റെ അത് പെർഫോം ചെയ്യാൻ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ when a party to a contract promises to do a certain thing at or before the specified time or certain thing at or before the specified time and fails to do any such thing at or before the specified time, the contract or so much of it as has not been performed becomes voidable at the option of the promisee. ഈ സമയത്ത് നിങ്ങളത് ചെയ്തിരിക്കണം എന്ന് പ്രോമിസി പറഞ്ഞിട്ടുണ്ട്. പ്രോമിസർ ഒരു പ്രോമിസ് വെച്ചപ്പോഴത്തേക്കും പ്രോമിസി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ സമയത്ത് തന്നെ ആ പ്രോമിസ് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ചെയ്തിട്ടില്ല എങ്കിൽ പ്രോമിസിക്ക് വേണമെങ്കിൽ ആ കോൺട്രാക്റ്റുമായിട്ട് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് അവിടെ വെച്ച് നിർത്താം. അത് വോയിഡബിൾ ആണ്. വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ പ്രോമിസി. If the intention of the parties was that time should be the essence of contract, ടൈമിനെ ഒരു എസെൻസ് ആയിട്ട് കരുതുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ടൈമിനെ ഒരു എസെൻസ് ആയിട്ട് കരുതുന്നു, ടൈം ഇമ്പോർട്ടൻ്റ് ആണ്, ഈ സമയത്ത് തന്നെ നടത്തണമെന്ന് കരുതിക്കൊണ്ടാണ് ഒരു കോൺട്രാക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ സമയത്ത് നടത്തിയില്ല എങ്കിൽ പ്രോമിസിക്ക് വേണമെങ്കിൽ ആ കോൺട്രാക്റ്റ് അവിടെ വെച്ച് നിർത്താം, അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റുമായിട്ട് മുന്നോട്ട് പോകാം. അതാണ് സെക്ഷൻ 55 പാരാ 1 പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ചാന്ദ് റാണി വേഴ്സസ് കമൽ റാണി. In a sale of immovable property, there is no presumption as to time being the essence of contract. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ, ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇംഗ്ലീഷ് ലോയിലും അത് തന്നെയാണ് നമ്മളും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ ടൈമിനെ നമ്മൾ ഒരു എസെൻസ് ആയിട്ട് നമ്മൾ കരുതുന്നില്ല. ഓക്കെ, എസെൻസ് ആയിട്ട് കരുതുന്നില്ല. Even if it is not of the essence of the contract, the court may infer that it is to be performed in a reasonable time if the conditions are from the express terms. ഒരു റീസണബിൾ സമയത്തിനുള്ളിൽ അത് നടത്തിയിരിക്കണം. അങ്ങനെ സമയം പറഞ്ഞിട്ടില്ല ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്ക് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒരു റീസണബിൾ സമയമുണ്ട്. അതായത് ഇപ്പോൾ ഒരു 10 വർഷത്തെ കഴിഞ്ഞിട്ടൊന്നും നടത്താൻ നമുക്ക് പറ്റില്ലല്ലോ. ഒരു റീസണബിൾ സമയത്തിനുള്ളിൽ തന്നെ ആ സർക്കംസ്റ്റാൻസസ് വെച്ചിട്ടാണ് ഈ റീസണബിൾ സമയം കണക്കാക്കുന്നത്. അപ്പോൾ ആ റീസണബിൾ ടൈമിനുള്ളിൽ തന്നെ നടത്തിയിരിക്കണം. അത് ചിലപ്പോൾ എക്സ്പ്രസ് ടേംസ് ഇൻ കോൺട്രാക്ട്, ഒരു കോൺട്രാക്റ്റിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവും അതിനെക്കുറിച്ച്, ഇന്ന സമയത്തിനുള്ളിൽ തന്നെ നടത്തണം. എല്ലാ എഗ്രിമെൻറ്റ്സിലും അങ്ങനെ തന്നെ ഉള്ളതാണ്. ഫ്രം ദ നേച്ചർ ഓഫ് പ്രോപ്പർട്ടി, അതുപോലെ തന്നെ ആ പ്രോപ്പർട്ടിയുടെ നേച്ചറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി ഉടനെ തന്നെ വിൽക്കേണ്ടതാണ് എങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അതിന് നമ്മൾ റീസണബിൾ ടൈം എന്ന് പറയും. അതിന് ഉറപ്പായിട്ടും അത് നടത്തിയിരിക്കണം. മൂന്നാമത്തെ ഫ്രം ദ സറൗണ്ടിങ് സർക്കംസ്റ്റാൻസസ്, ഫോർ എക്സാമ്പിൾ ദ ഒബ്ജക്റ്റ് ഓഫ് മേക്കിംഗ് ദ കോൺട്രാക്ട്. എന്തിനാണ് ആ കോൺട്രാക്ട് ഉണ്ടാക്കുന്നത്? ചിലപ്പോൾ അത് ഉടനെ വിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു സർക്കംസ്റ്റാൻസസും നോക്കിയിട്ടാണ് നമ്മൾ റീസണബിൾ ടൈം കണക്കാക്കുന്നത്. അപ്പോൾ എന്താണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയെ നമ്മൾ ഒരു
എസെൻസ് ടൈമിനെ ഒരു എസെൻസ് ആയിട്ട് കരുതുന്നില്ല ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ. പക്ഷെ ഒരു റീസണബിൾ ടൈം പറഞ്ഞിരിക്കണം. ആ റീസണബിൾ ടൈം ചിലപ്പോൾ കോൺട്രാക്റ്റിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നതാവാം, അല്ലെങ്കിൽ നേച്ചർ ഓഫ് പ്രോപ്പർട്ടി നോക്കിയിട്ടാവാം, അല്ലെങ്കിൽ സറൗണ്ടിങ് സർക്കംസ്റ്റാൻസസ് നോക്കിയിട്ടും ആകാം. അതാണ് ചാന്ദ് റാണി വേഴ്സസ് കമൽ റാണി എന്ന് പറയുന്ന കേസിൽ പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അപ്പം നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ടൈമിനെ ഒരു എസെൻസ് ആയിട്ട് കരുതുന്ന സാഹചര്യങ്ങളാണ്. ഓക്കെ, ടൈമിനെ എസെൻസ് ആയിട്ട് കരുതുന്ന സാഹചര്യങ്ങളാണെങ്കിൽ നമുക്ക് എന്താണെന്നാ പറഞ്ഞത്, ആ സമയത്ത് തന്നെ നടത്തണം. അങ്ങനെ ആ സമയത്ത് ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ അതുമായിട്ട് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കേണ്ടത് പ്രോമിസിയാണ്, വോയിഡബിൾ ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈം ഒരു എസെൻസ് ആയിട്ട് കണക്കാക്കുന്നില്ല, എപ്പോഴെങ്കിലും നടത്തിയാൽ മതി, അല്ലാതെ ടൈമിനെ കുറിച്ച് പറയുന്നുമില്ല, അത് എസെൻഷ്യൽ ആണെന്ന് പറയുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇഫ് ഇറ്റ് വാസ് നോട്ട് ദ ഇന്റൻഷൻ ഓഫ് ദ പാർട്ടീസ് ദാറ്റ് ടൈം ഷുഡ് ബി എസെൻസ് ഓഫ് കോൺട്രാക്ട്, the contract does not become voidable by failure to do such things. അതൊരിക്കലും voidable ആവില്ല. does not become voidable to do such thing. പറഞ്ഞല്ല ചെയ്തില്ല, ആ പ്രോമിസ് ഒരു സമയത്തിനുള്ളിൽ ചെയ്തില്ല എന്നും പറഞ്ഞ് അവിടെ voidable ആവില്ല, കാരണം അവിടെ സമയമൊന്നും പറഞ്ഞിട്ടില്ല. സോ voidable ആവില്ല. ബട്ട് ദ പ്രോമിസി ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് കോമ്പൻസേഷൻ. അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് പ്രോമിസിക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ, എന്തെങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം നികത്തണം. അപ്പോൾ ആ ഒരു കോൺട്രാക്റ്റ് വാലിഡായിട്ട് തന്നെ നിൽക്കും. പക്ഷേ ആ സമയത്ത് ചെയ്തില്ല എങ്കിൽ ആ കോൺട്രാക്റ്റ് വാലിഡായിട്ട് തന്നെ നിൽക്കും. പക്ഷേ എന്തെങ്കിലും കോമ്പൻസേഷൻ പ്രോമിസിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്രോമിസർ കൊടുത്തിരിക്കണം. പ്രോമിസി ഈസ് എൻറ്റൈറ്റിൽഡ് ടു കോമ്പൻസേഷൻ ഫ്രം ദ പ്രോമിസർ ഫോർ എനി ലോസ് ഒക്കേഷൻ ടു ഹിം ബൈ ഫെയിലിയർ. അത് പറയുന്നത് സെക്ഷൻ 55 പാര 2ലാണ്. അപ്പോൾ ടൈമിന് നമ്മളൊരു എസെൻസ് ആയിട്ടല്ല കണക്കാക്കുന്നതെങ്കിൽ വാലിഡായിട്ട് തന്നെ നിൽക്കും. കോമ്പൻസേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കിട്ടും. ഓക്കെ, ഇത്രമാണ് ഈ ഒരു ടൈം ഇസ് നോട്ട് എസെൻസിൽ പറയുന്നത്. ബാക്കി നമുക്ക് നോക്കാം. അക്സെപ്റ്റിംഗ് പെർഫോമൻസ് ഔട്ട് ഓഫ് ടൈം. ഓക്കെ, ടൈം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആ സമയത്ത് നമ്മൾ പെർഫോം ചെയ്തില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഇഫ് ഇൻ ദ കേസ് ഓഫ് കോൺട്രാക്ട് വോയിഡബിൾ ഓൺ അക്കൗണ്ട് ഓഫ് പ്രോമിസേഴ്സ് ഫെയിലിയർ ടു പെർഫോം ദ. ഓക്കെ, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ടൈമിന് ഒരു എസെൻസ് ആയിട്ട് കരുതുന്ന ഒരു കോൺട്രാക്റ്റ് ആണെങ്കിൽ അവിടെ വോയിഡബിൾ ആണെന്ന് പറഞ്ഞു അല്ലേ. വേണമെങ്കിൽ ആ കോൺട്രാക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ അവിടെ വെച്ച് നിർത്താം. ഇനി ആ കോൺട്രാക്റ്റുമായിട്ട് മുന്നോട്ട് പോകുവാണ്, വേറൊരു സമയം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 15th സെപ്റ്റംബറിലായിരുന്നു എനിക്കത് വേണ്ടത്, പക്ഷെ അന്ന് ഫെയിലിയർ ആയി. ഓക്കെ, അന്ന് ഞാൻ ഫെയിലിയർ ആയതുകൊണ്ട് തന്നെ ഞാനത് വീണ്ടും മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഒരു 20th സെപ്റ്റംബറിൽ എനിക്ക് ചെയ്യണമെന്ന് പറയുന്നു. ഓക്കെ, എപ്പോഴാണ് 15th ആയിരുന്നു, പക്ഷെ അത് ഫെയിലിയർ ആയി. അതുകൊണ്ട് ഞാൻ 20th പറഞ്ഞു. ഓക്കെ, 20th ഞാൻ പറഞ്ഞു, 20th പറഞ്ഞു. അന്നും അത് ചെയ്തില്ലെങ്കിലോ? 15th ഫെയിലിയർ ആയി. അപ്പം ഞാൻ എന്തായാലും സാരമില്ല, നിങ്ങൾ 20th കൊണ്ടുവന്ന് തരുവാൻ പറഞ്ഞു. ഞാൻ 15th ഫുഡ് ഓർഡർ ചെയ്തു. എൻ്റെ ഹോട്ടലിലേക്കാണ് ഫുഡ് ഓർഡർ ചെയ്തത്. ഓക്കെ, പക്ഷെ 15th അവർ ഫുഡ് കൊണ്ടുവന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ സാരമില്ല, 20th തൊട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ 20th അവർ ഫുഡ് കൊണ്ടുവന്നില്ല. അപ്പം എന്തായിരിക്കും ഇവിടുത്തെ എഫക്റ്റ്? If in case of contract voidable on account of promiser's failure to perform his promise at the time agreed, the promisee accept performance of such promise at any time other than the agreed, the promisee cannot claim compensation. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്ക് 20ാം തീയതി തന്നാൽ മതി എന്ന് പറഞ്ഞു, പക്ഷെ 20ാം തീയതി അവർ കൊണ്ടുവന്നില്ല. ആ 20ാം തീയതി കൊണ്ടുവരാത്തത് കൊണ്ട് എനിക്കുണ്ടായ എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും പ്രോമിസർ തരേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒരു കോമ്പൻസേഷനും പ്രോമിസയ്ക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം രണ്ടാമത് നമ്മൾ പറഞ്ഞ ഡേറ്റ് ആണ്. നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല, നമുക്ക് അവിടെ വെച്ച് ക്യാൻസൽ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ നമ്മൾ രണ്ടാമത് പറഞ്ഞ സമയമാണ്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോമ്പൻസേഷൻ ചോദിക്കാനായിട്ട് പറ്റില്ല. എപ്പോഴും അറിയേണ്ട ഒരു കാര്യമുണ്ട്, ടൈമിനെ ഒരു എസെൻസ് ആയിട്ട് കരുതുന്ന സാഹചര്യമാണ് ഞാൻ പറഞ്ഞത്. ടൈമിനെ ഒരു എസെൻസ് ആയിട്ട് കരുതുന്ന സാഹചര്യത്തിൽ പ്രോമിസിക്ക് വോയിഡബിൾ ആണ്. ആ സംഭവം ആ സമയത്ത് ചെയ്തില്ല എങ്കിൽ പ്രോമിസിക്ക് വേണമെങ്കിൽ ആ കോൺട്രാക്റ്റുമായിട്ട് വീണ്ടും മുന്നോട്ട് പോവാം, അല്ലെങ്കിൽ നിർത്താം. അതാണ് ഞാൻ പറയുന്നത്. ടൈം ഒരു എസെൻസ് ആയിട്ട് കരുതുന്ന സാഹചര്യമാണ് ഞാൻ പറയുന്നത്.
അപ്പോൾ അങ്ങനെ കരുതി നമ്മൾ മുന്നോട്ട് പോയി 20-ാം തീയതി എനിക്ക് മതി എന്ന് പറഞ്ഞു. 20-ാം തീയതി കൊണ്ടുവന്നില്ല. എനിക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ അത് ബെയർ ചെയ്യേണ്ടി വരും. അല്ലാതെ പ്രോമിസറിനോട് ചോദിക്കാനായിട്ട് എനിക്ക് പറ്റില്ല. പക്ഷെ ചോദിക്കാനായിട്ട് പറ്റുന്നൊരു സാഹചര്യമുണ്ട്. Unless the time of such acceptance, he give notice to the promiser of his intention to do so. അതായത് ഞാൻ 15-ാം തീയതി ക്യാൻസലായി, 20-ാം തീയതി തന്നാൽ മതി എന്ന് പറഞ്ഞു. കൂട്ടത്തിൽ ഞാനൊരു നോട്ടീസും കൂടെ കൊടുത്തു. 20-ാം തീയതിയും നിങ്ങൾ എനിക്ക് ആ സാധനം, ആ ഒരു ഫുഡ് എൻ്റെ ഹോട്ടലിലേക്ക് എത്തിച്ചില്ല എങ്കിൽ, ആ സംഭവം കൊണ്ട് എനിക്ക് എന്തെങ്കിലും ലോസ് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ആ ലോസ് എനിക്ക് തന്നിരിക്കണം. എങ്കിൽ മാത്രം നമുക്ക് ഈ കോൺട്രാക്റ്റുമായിട്ട് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞ് ഞാനൊരു നോട്ടീസ് കൊടുത്തു. അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ എനിക്ക് കോമ്പൻസേഷൻ കിട്ടും. പക്ഷേ ഞാനൊരു നോട്ടീസ് കൊടുത്തിട്ടില്ല, 20-ാം തീയതി നിങ്ങൾ തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ 20-ാം തീയതിയും അവർ കൊണ്ടുവന്ന് എനിക്ക് ഫുഡ് തന്നില്ല എങ്കിൽ കോമ്പൻസേഷൻ കിട്ടില്ല. പക്ഷേ ഞാൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടും. അതാണ് സെക്ഷൻ 55 പാര 3 പറയുന്നത്. വളരെ സിമ്പിളാണ്. നമുക്കൊരു കേസും കൂടെ നോക്കിയാലോ. ഗോമതി നായകം വേഴ്സസ് പളനിസ്വാമി. The Supreme Court, in interpreting Section 55, held that if the contract relates to sale of immobile property, ഇവിടെ ഇപ്പം നമുക്ക് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇമ്മൊബിൾ പ്രോപ്പർട്ടിയുടെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഓർത്ത് വയ്ക്കുക. ഇമ്മൊബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ നമ്മൾ ടൈമിന് ഒരു എസെൻസ് ആയിട്ട് കരുതണ്ട. പക്ഷേ ഗുഡ്സിൻ്റെ സെയിൽ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ നമ്മൾ ടൈമിന് എസെൻസ് ആയിട്ട് കരുതണം. ആ കാര്യം നമ്മൾ മറക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് റിലേറ്റഡ് ടു ദ സെയിൽ ഓഫ് ഇമ്മൊബിൾ പ്രോപ്പർട്ടി. It would normally be presumed that the time is not an essence of contract. Okay. The mere incorporation in the written agreement of a clause imposing penalty in case of default does not by itself evidence an intention to make time of the essence. If it is expressed in writing, it must be the mere incorporation in the written agreement of a clause imposing penalty in case of default does not by itself evidence an intention to make time of an essence. അതുപോലെ തന്നെ if it is expressed, ഇനിയിപ്പോൾ അത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി, എനിക്ക് എന്തെങ്കിലും ലോസ് ഉണ്ടായാൽ നിങ്ങൾ പെനാൽറ്റി തരണമെന്നത് അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കില്ല. എങ്കിൽ പോലും നമ്മൾ അത് ഒരു റിട്ടേൺ ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി ഇൻ ദ ലാംഗ്വേജ് വിച്ച് ഈസ് അൺമിസ്റ്റേക്കബിൾ. നമ്മൾ രണ്ടുപേരും ഒരേ രീതിയിലായിരിക്കണം അത് ചിന്തിക്കേണ്ടത്. മറ്റൊരാൾ അതിന് വേറെ രീതിയിൽ എടുക്കരുത്. കൺസെൻസസ് ആയിടം അവിടെ ഉണ്ടായിരിക്കണം. വേറെ രീതിയിൽ അവരതിനെ എടുക്കാൻ പാടില്ല. അതുപോലെയുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ലാംഗ്വേജിലായിരിക്കണം അത് എക്സ്പ്രസ് ചെയ്തിരിക്കേണ്ടത്. ഇറ്റ് മേ ഓൾസോ ബി ഇൻഫർ ഫ്രം ദ നേച്ചർ ഓഫ് ദ പ്രോപ്പർട്ടി എഗ്രീഡ് ടു ബി സോൾഡ്. ആ ഒരു പ്രോപ്പർട്ടിയുടെ നേച്ചറും കൂടെ നമ്മൾ നോക്കിയിരിക്കണം. അപ്പോൾ എക്സ്പ്രസ് ചെയ്തു നമ്മളങ്ങനെ എഗ്രിമെൻറ്റിൽ റിട്ടേൺ ആണെന്നും പറഞ്ഞിട്ട് അത്ര വലിയ എഫക്റ്റ് ഒന്നും ഇല്ലെങ്കിലും നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്ന ഇതെന്ന് പറയുന്നത് ആ ലാംഗ്വേജ് അൺമിസ്റ്റേക്കബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ ആ നേച്ചർ ഓഫ് പ്രോപ്പർട്ടി നോക്കിയിട്ട് വേണം ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ നടത്തേണ്ടത്. കണ്ടക്ട് ഓഫ് പാർട്ടീസ്, അതുപോലെ തന്നെ കണ്ടക്ട് ഓഫ് പാർട്ടീസ് നോക്കണം, നേച്ചർ ഓഫ് പ്രോപ്പർട്ടി നോക്കണം, കണ്ടക്ട് ഓഫ് പാർട്ടീസ് നോക്കണം. അതേപോലെ തന്നെ അവരുടെ സർക്കംസ്റ്റാൻസ്, അവരുടെ സിറ്റുവേഷൻ എന്താണ് എന്നും നോക്കിയിട്ട് മാത്രമായിരിക്കണം ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കൊടുത്തിരിക്കുന്നത്. അറ്റ് ഓർ ബിഫോർ ദ കോൺട്രാക്ട്, സിൻസ് ദ ഇന്റൻഷൻ ടു മേക്ക് ടൈം എസെൻഷ്യൽ വാസ് നോട്ട് ക്ലിയർ ഇൻ ദ കേസ്. ഇനിയിപ്പോൾ അങ്ങനെ ടൈം എസെൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ആ കേസിൽ ക്ലിയർ അല്ല എങ്കിൽ അത് എന്താവും? ഡിസ്മിസ് ആവും. അപ്പോൾ ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്തിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം സ്റ്റേറ്റ് ചെയ്യാനായിട്ട്. ബട്ട് ഇറ്റ് വാസ് പോയിന്റഡ് ഔട്ട് ദാറ്റ് ഇൻ കേസ് ഓഫ് റിന്യൂവൽ ഓഫ് ലീസ് പൊസിഷൻ വുഡ് ബി ഡിഫറെൻറ്റ്. പക്ഷേ വേറെ കേസിൽ ചിലപ്പോൾ വേറെ ആയിരിക്കും പറയുന്നത്. നമ്മൾ ഒരേ വിധി തന്നെ ആയിരിക്കില്ല എല്ലാ കേസിലും വരുന്നത്. കാരണം എന്താണ്? സാഹചര്യമൊക്കെ നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ ഒക്കെ നേച്ചറൊക്കെ നോക്കിയിട്ടാണ് ഒരു വിധി വരുന്നത്. അപ്പോൾ ഒരു കേസിൽ ഇങ്ങനൊരു കോസ് ഓഫ് ആക്ഷന് ഈ വിധി വന്നു എന്ന് പറഞ്ഞ് മറ്റതിൽ അത് തന്നെ വരണമെന്നില്ല. ഓക്കെ, സർക്കംസ്റ്റാൻസസും കാര്യങ്ങളും ഒക്കെ നോക്കി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ വേറെ വിധി ആയിരിക്കും വരുന്നത്. അപ്പോൾ വേറൊരു കേസാണ് കാൽടെക്സ് ലിമിറ്റഡ് വേഴ്സസ് ഭഗവൻ ദേവി. ഓക്കെ, അപ്പോൾ ഇതും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊന്ന് സമ്മപ്പ് ചെയ്താലോ. ഓക്കെ, ഇവിടെ ഞാൻ എഴുതാത്തൊരു കാര്യമാണ്, നമുക്ക് പറയാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. നമ്മൾ ടൈമിനൊരു എസെൻസ് ആയിട്ട് കരുതുന്നു. അപ്പം നമുക്ക് അതിന് എന്തെങ്കിലും ഒരു ഫെയിലിയർ ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് സാഹചര്യം? ഓക്കെ,
ടൈമിനൊരു എസെൻസ് ആയിട്ടാണ് കരുതുന്നതെങ്കിൽ എന്താവുന്ന പറഞ്ഞത്, പ്രോമിസിക്ക് അവിടെ അത് വോയിഡബിൾ ആണ്. വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് പ്രോമിസി. ഓക്കെ, വേണമെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അതുപോലെ തന്നെ കോമ്പൻസേഷൻ ഒന്നും കിട്ടില്ല മുന്നോട്ട് പോകുമ്പോൾ. അതായത് ഞാൻ ആ കോൺട്രാക്റ്റ് കൃത്യസമയത്ത് നടത്തിയില്ല, എന്നിട്ടും ഞാൻ ആ കോൺട്രാക്റ്റുമായിട്ട് തന്നെ മുന്നോട്ട് പോയി എനിക്ക് എന്തെങ്കിലും ലോസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെനിക്ക് കോമ്പൻസേഷൻ ഒന്നും കിട്ടില്ല. പക്ഷേ ഞാനൊരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ആ നോട്ടീസിൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോയിട്ടും എന്തെങ്കിലും ലോസ് ഉണ്ടാവുകയാണെങ്കിൽ അത് നിങ്ങൾ എനിക്ക് ആ നഷ്ടപരിഹാരം നിങ്ങൾ എനിക്ക് തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞൊരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കോമ്പൻസേഷൻ കിട്ടും. പക്ഷേ ടൈമിന് ഒരു എസെൻസ് ആയിട്ടല്ല കരുതുന്നത്. സെക്കൻഡ് സിറ്റുവേഷൻ ആണെങ്കിൽ ആ കോൺട്രാക്റ്റ് നിലനിൽക്കും, പക്ഷേ ഹാവ് ടു പേ കോമ്പൻസേഷൻ ഇഫ് എനി. എന്തെങ്കിലും നഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സമയം ഒരു റീസണബിൾ ടൈം എന്ന് നമ്മൾ പറഞ്ഞു. ആ റീസണബിൾ ടൈമിനുള്ളിൽ നമ്മളത് നടത്തിയില്ല എങ്കിൽ എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ ആ കോമ്പൻസേഷൻ എനിക്ക് തരണം. റീസണബിൾ ടൈം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ എഗ്രിമെൻറ്റിൽ ഓൾറെഡി എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവും റിട്ടേൺ ഫോമിൽ, അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസസ് നോക്കിയിട്ടായിരിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ, ആ റീസണബിൾ ടൈമിൽ നടത്താത്തത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം അവർ പ്രോമിസർ നികത്തിയിരിക്കണം. പിന്നെ ഇവിടെ പഠിച്ച വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് എന്താണ്, സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ എങ്ങനെയാണെന്ന് പറഞ്ഞത്. സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ടൈമിന് നോ എസെൻസ്, പക്ഷേ സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ ടൈമിന് ഒരു എസെൻസും ഇല്ല. സെയിൽ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ എന്താണ് പറഞ്ഞത്, ടൈം ഒരു എസെൻസ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഈ വീഡിയോയിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നത് ഇത്രയും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ആ കേസ് ലോസും ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഒരു കേസിന് വന്ന വിധി ആയിരിക്കണമെന്നില്ല മറ്റൊരു കേസിന് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സർക്കംസ്റ്റാൻസസും നേച്ചർ ഓഫ് പ്രോപ്പർട്ടിയും ഒക്കെ നോക്കിയിട്ടായിരിക്കും വിധി വരുന്നത്. അപ്പോൾ എന്തായാലും കേസ് ലോസും ഇതെന്താണെന്നും കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ന് പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ അപ്പോൾ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.